പൊന്നമ്പല വാസ എന്ന് കോടാനുകോടി ഭക്തർ ഉള്ളുരുകി ശരണം വിളിച്ച ശബരിമല. ആ ശബരിമലയിലെ തങ്ക കട്ടിള അല്ലെങ്കിൽ സ്വർണ്ണ കട്ടിളയും ദ്വാരപാലക ശില്പവുമൊക്കെ അത് ചെറിയ തോതിലെ സ്വർണം കക്കുകയിൽ അപ്പാടെ മുക്കുകയായിരുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തുവിട്ടത്. 24-യുടെ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ നിർണായകമായ കണ്ടെത്തലുകളാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ്, അതിലെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായി ഇനി പങ്കുവെക്കാൻ പോകുന്നത്. ദ്വാരപാലക ശില്പം, ആ ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം വിവാദ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഉരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട്. അത് മാത്രമല്ല, ദോഷമകറ്റാൻ എന്ന പേരിൽ ഇതിൽ ചില ഭാഗങ്ങൾ പലർക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയത് ബംഗളൂരുവിലാണ്. സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഈ തട്ടിപ്പെന്നും കണ്ടെത്തലിലുണ്ട്. അതായത് ദ്വാരപാലക ശില്പം എന്നാൽ നമുക്കറിയാം, മേൽശാന്തി ശ്രീകോവിൽ നട തുറക്കാൻ പോകുമ്പോൾ ആദ്യം സാഷ്ടാംഗം നമസ്കരിക്കുന്നത് ഈ ദ്വാരപാലക ശില്പത്തിന് മുന്നിലാണ്. ആ ശില്പത്തിനൊക്കെ എത്ര വില ഈ പോറ്റിമാർ വെക്കുന്നു, അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള അമ്പലം വിഴുങ്ങി സംഘം അതിന് എത്ര വില കൽപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പുറത്തു വരുന്ന കണക്കുകൾ. അതിൻ്റെ ഭാഗങ്ങൾ വിശ്വാസികളെ ഇതാ സ്വർണ്ണപ്പാളി എന്നോ അല്ലെങ്കിൽ ചെമ്പുവാളിയാക്കി മാറ്റി ഇത് ശബരിമലയിലെ വിഗ്രഹത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചെമ്പുവാളിയുടെ ഭാഗമാണ്, ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമാണ് എന്ന പേരിൽ ആ വിശ്വാസത്തെ കൂടി മുതലെടുത്തുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുന്നു. ഇനി 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ദേവസ്വം ജീവനക്കാർ തന്നെ തിരുത്തിയെന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. മുൻപ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് സഹായം ലഭിക്കുന്നു, അല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാരുടെ സഹായം ലഭിക്കുന്നു, അവിടെ ഒന്നും ഒരു നോട്ടവും ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു പുറത്തു വന്ന ആരോപണം. അത് ശരിവെക്കുന്ന കൂടുതൽ കണ്ടെത്തലുകളാണ് വരുന്നത്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടേണ്ട എന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. പക്ഷേ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആ ഉത്തരവ് തിരുത്തി. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിനകത്തു നിന്നും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് തന്നെ സഹായം ലഭിച്ചു എന്ന തെളിവ് കൂടിയാണ്, അല്ലെങ്കിൽ നിർണായകമായ കണ്ടെത്തൽ കൂടിയാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണം വേർതിരിച്ച് ചെമ്പുപാളിയാക്കി അതിനുശേഷം സ്വർണം പൂശൽ നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയും ഇന്ന് 24 പുറത്തുവിട്ടിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത് നോക്കാം. ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളി അത് നശിപ്പിച്ചെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. 420 ഗ്രാം പോറ്റിക്ക് കൊടുത്തുവെന്നും 320 ഗ്രാം തങ്ങൾ പണിക്കൂലിയായി ഈടാക്കിയെന്നുമാണ് പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പറഞ്ഞത്. ഈ പറഞ്ഞ കണക്കൊക്കെയും പങ്കജ് ഭണ്ഡാരിയുടെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരിയുടെ കണക്കുകളാണ്. ശേഷിക്കുന്ന സ്വർണം പുതിയ ചെമ്പുപാളിയിൽ പൂശിയെന്നും CEO ആയ പങ്കജ് ഭണ്ഡാരി പറയുന്നു. എന്നാൽ ഈ മൊഴി വിജിലൻസ് കണക്കിലെടുക്കുന്നില്ല. ദേവസ്വം വിജിലൻസ് ഈ പങ്കജ് ഭണ്ഡാരി വിശദീകരിക്കുന്ന ഈ കണക്ക്, 1 കിലോ സ്വർണം ലഭിച്ചു, 420 ഗ്രാം പോറ്റിക്ക് കൊടുത്തു, 320 ഗ്രാം ഞങ്ങൾ പണിക്കൂലിയായി എടുത്തു, ബാക്കി സ്വർണ്ണപ്പാളിയിൽ പൂശി എന്ന് പറയുന്ന ആ മൊഴി വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇനി ദേവസ്വം വിജിലൻസിന്റെ കണക്കിലേക്ക്, ആ കണ്ടെത്തലിലേക്ക് വന്നാൽ, കട്ടളയുടെ 7 പാളികളും ദ്വാരപാല ശില്പത്തിലെ 21 പാളിയും ഇത്രയുമാണ് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. അതിൽ ആകെ ഉണ്ടായിരുന്നത് 989 ഗ്രാം സ്വർണമാണ്. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണം പതിച്ച പാളികളാണ്. അത് സ്വർണം പതിപ്പിച്ച അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ പാളികളാണ് കൊണ്ടുപോയത്. അതിലുണ്ടായിരുന്നത് 989 ഗ്രാം സ്വർണമാണ്. 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു. 394 ഗ്രാം പുതിയ ചെമ്പുപാളിയിൽ പൂശാൻ ഉപയോഗിച്ചു. 106 ഗ്രാം മാത്രമാണ് സർവീസ് ചാർജായി സ്മാർട്ട് ക്രിയേഷൻസ് ഈടാക്കിയത്, അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചത് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. 7 പാളി കട്ടള, ഇനിയുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. 7 പാളി കട്ടളയിൽ സ്വർണം പൂശിയത് മറ്റൊരു സ്പോൺസർ വഴിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ആ സ്വർണം പൂശാൻ, അല്ലെങ്കിൽ കട്ടളയിൽ സ്വർണം പൂശാൻ വീണ്ടും മറ്റൊരാളിൽ നിന്ന് പണം ഈടാക്കി ഈ കൊണ്ടുപോയ സ്വർണം അതങ്ങനെ കീശയിലാക്കി എന്നതിന്റെ തെളിവ് കൂടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തൽ കൂടിയാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടെത്തിയിരുന്നില്ല എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. മാത്രമല്ല, നേരത്തെ ചെമ്പുപാളി എന്ന്, ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്ന് മസറിൽ രേഖപ്പെടുത്തിയത് തന്നെ ദുരൂഹതയുണ്ട് എന്ന് കോടതി ഇന്ന് പറഞ്ഞതാണ്. അതീവ ദുരൂഹമാണ് ഉദ്യോഗസ്ഥൻ നീക്കമെന്ന് പറഞ്ഞാണ്. അതിനോടൊപ്പം തന്നെയാണ് കൂട്ടിച്ചേർത്ത് ഈ പുതിയ കണ്ടെത്തൽ കൂടി വരുന്നത്. ജൂലൈ 19, 20 തീയതികളിൽ പോറ്റിക്ക് പാളികൾ നൽകിയെന്നാണ് മസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പോറ്റിയല്ല, പോറ്റിയുടെ 2 സുഹൃത്തുക്കളാണ് ഇവ കൊണ്ടുപോയത്. അനന്ത സുബ്രഹ്മണ്യവും രമേശ് റാവുവും. ഇവർ 2 പേരാണ് ഈ
പാളി ഏറ്റുവാങ്ങിക്കൊണ്ടുപോയത്. പക്ഷേ അവരുടെ പേരുകൾ പോലും മഹസറിലില്ല. അങ്ങനെ അടിമുടി ദുരൂഹമായ മഹസർ, അതിൽ തന്നെ ഈ ഒരു കുറ്റകൃത്യം മറയ്ക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അന്വേഷണം വന്നാൽ തന്നെ അവിടെ ചെമ്പുപാളി എന്ന പ്രതിരോധം തീർക്കുവാൻ കഴിയുന്ന തരത്തിൽ തിരുത്തലുകൾ, കളവെഴുതിയവർ എത്ര പേരാണ് എന്നതിന്റെ അന്വേഷണം ഇനിയും മുന്നോട്ടേക്ക് പോകേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.